ഇന്നലെ രാത്രി അർദ്ധരാത്രി 1:05 മുതൽ 1:30 വരെ നടപ്പിലാക്കിയത്. ഇതിൽ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടുന്നു. ഒസാമ ബിൻ ലാദൻ ഫണ്ട് ചെയ്ത ഭീകര ക്യാമ്പ് ഉൾപ്പെടുന്നു. തഹാവു ഖാനയെയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും പരിശീലിപ്പിച്ച അജ്ബൽ കസബിനെ പരിശീലിപ്പിച്ച ക്യാമ്പും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോഞ്ചിങ് പാഡുകൾ മാത്രമല്ല, എവിടെയൊക്കെയാണ് ഭീകരരുടെ നഴ്സറികൾ ഉള്ളത് അവിടെയും ഞങ്ങൾ എത്തുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ് പാകിസ്ഥാന്. ഇത് പാകിസ്ഥാൻ വിരുദ്ധതയല്ല, ഇത് ഭീകര വിരുദ്ധതയാണ്. അക്കാര്യമാണ് ഇന്ത്യ തെളിയിക്കുന്നത്. ഈ പെഹൽഗാം അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ ചില ബദൽ നീക്കങ്ങൾ നടത്തുമോ എന്ന ഒരു ഭയം തുടക്കം മുതൽ തന്നെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ ബിലാവൽ ഭുട്ടോയുടെ പ്രകോപനപരമായ പ്രസ്താവന അത് അങ്ങേയറ്റമായിരുന്നു. കാരണം സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ പകരം ഇന്ത്യക്കാരുടെ രക്തം ഞങ്ങൾ ഒഴുക്കും എന്നതായിരുന്നു ആ പ്രകോപനപരമായ വാക്ക്. ഇങ്ങനെ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ പാക് നേതാക്കൾ ഇങ്ങനെ പ്രസ്താവന നടത്തുകയായിരുന്നു. പക്ഷേ അവരറിഞ്ഞില്ല നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, ആ പദ്ധതി ഇങ്ങനെ കയറി അടിക്കും, ഭീകര കേന്ദ്രങ്ങളെ തകർക്കും എന്നത് അവർക്ക് തിരിച്ചറിയാൻ വൈകി എന്നതാണ്. ഇപ്പോൾ കേണൽ ആർ ജി നായർ കൂടി ചേരുകയാണ്. ശ്രീ ആർ ജി നായർ, ഇപ്പോൾ പാകിസ്ഥാൻ ഇരവാദവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇത് പോരെ തെളിവ് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാണിക്കാൻ? പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണല്ലോ. ഓരോ ക്യാമ്പുകളുടെയും ഈ ആക്രമണത്തിന്റെ തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളും അതിനുശേഷം തകർന്ന് തരിപ്പണമായ ദൃശ്യങ്ങളും സാറ്റലൈറ്റ് ഇമേജുകൾ ഇന്ത്യ ലോകത്തിന് മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇന്ത്യ, ലോകമേ കാണുക എന്ന് പറയുകയല്ലേ ഇന്ത്യ? ഷ്യോർലി ഐ അഗ്രി വിത്ത് യു. പറഞ്ഞതിനോട് യോജിക്കുന്നു. അതേസമയത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യുടെ വിഷ്വൽ റേഞ്ച് കേപ്പബിലിറ്റി ഉള്ള മിസൈൽ F-16 ഉണ്ട്. നമ്മുടെ എവിടെ പോയി ഒളിച്ചാലും അവരെ കണ്ടുപിടിച്ച് സീക്ക് ആൻഡ് ഡിസ്ട്രോയ് മിസൈൽസ് ഉണ്ട്. അവരുടെ ഉള്ളത് ജംഗ് JF-17 ചൈനീസ് പ്ലെയിൻസ് ആണ്. സുഖായ് 30 അപ്ഗ്രേഡ്സ് ആണ്. അവർ നമ്മളെ ഒരു പാച്ച് അല്ല. ബ്രഹ്മോസ് മിസൈലിൻ്റെ കൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേമാതിരി ജനറൽ മുല്ല മുനീറാണ് അവരുടെ ഒരു ഡിസ്ഗ്രണ്ടിൽഡ് പേഴ്സൺ ഹു ഇസ് ദ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ്. അവർ പറയണത് ഹിന്ദുയിസത്തിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും നമ്മളെയൊക്കെ മുസ്ലിം ആക്കി കളയുന്നതാണ്. കമ്മ്യൂണൽ മാസക്കറാണ് അയാളുടെ ഹോബി വിത്ത് എ ഡേർട്ടി എയിം. ഹാഫ് ഓഫ് F-16s ഓഫ് തേഴ്സ് ആർ അൺസർവീസബിൾ. അവൻ്റെ ഉള്ള 50% F-16 അൺസർവീസബിൾ ആണ്. JF-17 ഹണ്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ അല്ല അവർ ഉപയോഗിക്കണം, അത് അൺഫങ്ഷണലാണ്, നോൺ ഫങ്ഷണലാണ്. നമ്മുടെ S-400 സിസ്റ്റംസ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് വെപ്പൺസ് ആണ്. 2019 വി ഹാഡ് നോ റഫാൽസ്. ടുഡേ വി ഹാവ് റഫാൽസ്, മിറ്റിയോർ 180 കിലോമീറ്റർ മിസൈൽസ്. ഇതുമാതിരി ഏത് സെക്ടർ എടുത്താലും പാകിസ്ഥാനെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ താരതമ്യം തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൈന്യമാണ് നമ്മുടേത്. നമ്മുടെ സൈന്യത്തിൻ്റെ മൊറാൽ വളരെ അപ്പാണ്. ഞാനൊരു 71 യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അതായത് 1971 ഐ വാസ് എ ജനറൽ സ്റ്റാഫ് ഓഫീസർ, ഗ്രേഡ് 3 ഓഫ് 54 ആർട്ടിലറി ബ്രിഗേഡ്, കൺട്രോളിങ് 100 cannons. അത് ഈ ആർട്ടിലറിയുടെ പീരങ്കി എന്ന് വീഴുമ്പം ഭൂമി കുലുങ്ങും, ഒരു ഗ്രാമം ഇടിഞ്ഞു വീഴും, ഒരു മ്യൂസിയത്തിനപ്പോൾ ഒരു കെട്ടിടം പൗഡറായി വീഴും താരെ. റോക്കറ്റ് 26 നമ്മുടെ പാരൽസ് പോയി അവിടെ ചെന്ന് വീഴുന്ന കഴിയുമ്പോഴത്തേക്കും എല്ലാം നശിക്കും. എർത്ത് ക്വേക്ക് പോലെ തോന്നും. വി ആർ വെൽ എക്യുപ്ഡ്, അവർ എയർഫോഴ്സ് ഈസ് കോമ്പിറ്റൻറ്റ്, അവർ ഷിപ്സ് ആർ വെൽ എക്യുപ്ഡ്, വി ആർ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഷിപ്സ് നമ്മൾ ഉണ്ടാക്കണം. ഇന്ത്യയിൽ നമുക്ക് വിമാനവാഹിനി കപ്പലുകളുണ്ട്. വി ആർ മാർക്കറ്റിംഗ്, വി ആർ സെല്ലിംഗ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എബ്രോഡ്. അപ്പോൾ ഇന്ത്യ ഈസ് നോട്ട് എ കോമ്പറ്റീറ്റർ ഫോർ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇസ് വിനാശകാലെ വിപരീത ബുദ്ധി. 2 സ്ട്രൈക്ക് ഇന്നലെ കൊടുത്തു. അത് അവന് കൊട്ടുകൊടുത്ത പോലെയാണ്. അവൻ്റെ ഉന്നം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ അടിവേരിളക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ശരി, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിൽ പാകിസ്ഥാൻ ഇപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. ഇരവാദവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. അവിടെ സാധാരണക്കാർ മരിച്ചു എന്നാണ് പാകിസ്ഥാൻ ആർമി ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, പതിവ് പോലുള്ള കാര്യമാണല്ലോ അത്. ഇത്രയും തെളിവുകൾ പോരാ പാകിസ്ഥാൻ ഇനിയും തെളിവ് ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? പാകിസ്ഥാൻ തെളിവുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവൻ ഓലിയിട്ടോണ്ടേയിരിക്കും. അവനല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഹി ഹാസ് നോ അതർ തിങ് ടു സേ. ഓലിയിട്ടോണ്ടേയിരിക്കും. എന്നെ അടിച്ചേ, എന്നെ കൊന്നേ, എന്നെ പിച്ചിയേ, എന്നെ നുള്ളിയേ, എന്നെ സഹായിക്കണേ. അപ്പോൾ എന്താ പറഞ്ഞത്? റഷ്യ സപ്പോർട്ട് ചെയ്തില്ലേ നമ്മളെ?
അവന് ചൈനയുടെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. ചൈന നേരിട്ടൊന്നും പറഞ്ഞില്ല, അവൻ്റെ കൂടെ ചെവി പറഞ്ഞു കൊടുത്തത് ചൈനയുടെ സപ്പോർട്ടുണ്ടെന്ന്. ചൈന വിൽ നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദിസ് കോൺഫ്ലിക്റ്റ്, ഐ കൻ അഷ്വർ യു ഓൺ ദാറ്റ്. ഒരിക്കലുമില്ല. അതേസമയത്ത് റഷ്യയുടെ സപ്പോർട്ടിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എത്രയോ മടങ്ങ് വലുതാണ്. ദർ ഇസ് നോ കമ്പാരിസൺ. ഇന്ത്യയുടെ ശക്തിയോട്, സൈനിക ശക്തിയോട് ഒരു താരതമ്യമേ അല്ല പാകിസ്ഥാൻ. നമ്മൾ പഴയ പാകിസ്ഥാൻ ഈസ്റ്റും വെസ്റ്റും ഉണ്ടായിരുന്നു, രണ്ടായിട്ട് മുറിച്ച് കൈ കൊടുത്തു. ആൻഡ് ഐ ഹാവ് ഗോൺ ടു ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഐ ക്യാരി two medals in my chest. I fought both in the west and in the east. They trembled in front of Indian army. കരഞ്ഞുകൊണ്ടാണ് അവർ ആർമി ആയുധം വെച്ച് കീഴടങ്ങിയത്. They can't forget it so soon. അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടുത്തെ ജനറൽമാർ പിസ്റ്റൾ തറയിൽ വെച്ചപ്പോൾ വിങ്ങി കരഞ്ഞു. അത് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ POKയിലെ ഈ ലോഞ്ചിങ് പാടുകളെ കുറിച്ചും കൃത്യമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളും NIAയും കണ്ടെത്തിയിരുന്നു. അത് പ്രസ് ബ്രീഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ലോഞ്ചിങ് പാടുകളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഈ ഭീകരർക്കായി നടത്തിക്കൊണ്ടിരുന്നത് എന്നും, അതുപോലെ പാകിസ്ഥാനിൽ ഉള്ള പഞ്ചാബ് പ്രവിശ്യയിലുള്ള കേന്ദ്രങ്ങളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ സർക്കാർ ഏത് രീതിയിലാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന കാര്യം പോലുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ക്യാമ്പുകൾ. അപ്പോൾ ഇന്ത്യക്ക് ആ ഒരു പ്രത്യാക്രമണവും ഇന്ത്യ ഉറപ്പിച്ചത് തന്നെയാണ് അല്ലെ? എക്കാലത്തും ഉറപ്പായും. ശരി, ശ്രീ മോഹൻ വർഗീസ് താങ്കൾ ഉറപ്പായും. ഓക്കെ, എക്കാലത്തും നമ്മുടെ റേഡാറിൽ ഉള്ളിൽ തന്നെയായിരുന്നു ഈ ഭീകര പരിശീലന ക്യാമ്പുകൾ. പക്ഷെ പാകിസ്ഥാൻ നിയന്ത്രിച്ചിരുന്ന, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാന്റെ പഞ്ചാബിലുമായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്യാമ്പുകളിൽ നേരിട്ട് കടന്നു കയറി ആക്രമണം നടത്താമെന്ന തീരുമാനമെടുക്കുന്നത് 2016 ഉറി ആക്രമണത്തിന് ശേഷമാണ്. അങ്ങനെ ഒരു സാഹസത്തിലേക്ക്, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നത് ഒരു നയം മാറ്റമാണ്, ഒരു സംയമനം, സീറോ ടോളറൻസ്, സംയമനത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന ഉഗ്രമായ പ്രഖ്യാപനമാണ് 2016 ശേഷം 2019 ബാലാക്കോട്ടിൽ നടന്നത്. ഒരു സിംഗുലർലി ഒറ്റ ടാർഗറ്റ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. പക്ഷേ അതിൽ നിന്നും ഇന്ത്യ ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നു, ബഹുഘാതം മുന്നേറിയിരിക്കുന്നു. 9 ഇടങ്ങൾ 26 ഇടങ്ങളോളം ഐഡന്റിഫൈ ചെയ്തതിൽ 9 ഇടത്തേക്ക് ആക്രമണത്തിൻ്റെ കുന്തമുന വ്യാപിപ്പിക്കുന്നത് ഒരു സന്ദേശമാണ്. കൂടുതൽ ഇടങ്ങൾ ഇന്ത്യയുടെ റേഡാറിലുണ്ടാകും, ഇന്ത്യയുടെ സ്കാനറിലുണ്ടാകും. അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ 2 വനിതകൾ, സൈന്യത്തിലെ 2 സ്ത്രീരത്നങ്ങൾ പിന്നെ ലോകത്തോടായി സംസാരിച്ചത്. ഇത് ഇന്ത്യൻ ജനതയോടോ മാധ്യമങ്ങളോടോ അല്ല സംസാരിക്കുന്നത് ഓർക്കണം. ലോകം മുഴുവൻ തന്നെ ക്യാമറ കണ്ണുകളിലൂടെ ഇന്ത്യയുടെ പ്രതികരണം തേടുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചല്ലോ, എവിടെ, എന്ത്, ആര്, എപ്പോൾ, ഞങ്ങൾ എങ്ങനെ ഇൻവോൾവ് ആകും? ഇതിനെല്ലാമുള്ള മറുപടിയാണ് 2 വനിതകൾ. അതുകൊണ്ട് നാരീശക്തിയുടെ ഒരു ഡിസ്പ്ലേ, ബ്രൂട്ട് ഡിസ്പ്ലേ ഓഫ് ദ വിമൻസ് പവർ. അപ്പോൾ ആ രീതിയിൽ സൈന്യം, നമ്മുടെ സിന്ദൂരമാണ് മാഞ്ഞത്, 26 സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു. അതിന് മറുപടി ഉണ്ടാകണം. തീർച്ചയായും ഹിമാൻഷി, പിന്നെ വിവാഹത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹിമാൻഷിക്ക് തൻ്റെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കേണ്ടി വന്നു. അതുകൊണ്ട് അതൊരു പ്രതീകാത്മകമായി എടുത്തുകൊണ്ട് എത്ര മനോഹരമായ പ്രതീകാത്മകമായ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതുപോലെ കേരളീയയായ ആരതിയുടെ കണ്ണീരിന്, ആരതിയുടെ പിതാവ് പിന്നെ മരണപ്പെട്ടു, അപ്പം ആരതിയുടെ മാതാവിൻ്റെ സിന്ദൂരം മാഞ്ഞിരിക്കുന്നു. അങ്ങനെ സിന്ദൂരം മാഞ്ഞുപോയ, സിന്ദൂരമണിയാൻ യോഗമില്ലാത്ത 26 സ്ത്രീകൾക്കുള്ള ആദ്യത്തെ കോൺസലേഷനാണിത്. അപ്പം എങ്ങനെ നോക്കിയാലും